വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ അങ്കമാലിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്കമാലി മാങ്ങക്കറി. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ അങ്കമാലിക്കാരിത് കല്യാണത്തിൻ്റെ തലേന്നൊക്കെ ഇത് ഭയങ്കര സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. തലേന്ന് വെച്ചിട്ട് അവർ പിറ്റേന്ന് ആ സദ്യക്ക് വിളമ്പുന്നതാണ്. അതുപോലെ തന്നെ അല്ലാതെ നമ്മൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വീട്ടിൽ കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനം ഞാനിവിടെ ഒരു മാങ്ങ എടുക്കുന്നുള്ളേ. ഒരു മാങ്ങയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബാക്കി പറയുന്നത്. ഒരു സവോള, 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി. പിന്നെ വേണ്ടത് 2-ാം പാലും 3-ാം പാലുമാണ്. ഇത് 1-ാം പാല്. പിന്നെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഇടുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാമേ. ആദ്യം ഞാൻ ഈ മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഈ മാങ്ങയുടെ സീസൺ അല്ലേ, അപ്പം നമുക്ക് ആ കറക്റ്റ് പരുവത്തിനുള്ള മാങ്ങ കിട്ടും. അല്ലാതെ ഈ സീസൺ അല്ലാത്തപ്പോൾ നമുക്ക് ആ കറക്റ്റ് പരുവത്തിലുള്ള മാങ്ങ ചില സമയം കിട്ടിയെന്ന് വരത്തില്ലേ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കാൻ. ഒരുപാട് കനം കുറയരുത്, എന്നാൽ ഒരുപാടങ്ങ് തിന്നായി പോവുകയും ചെയ്യരുത്. മാങ്ങ ഞാൻ ഇതുപോലെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള മുളകാണിത്, ഇതിനൊരു സ്പൂണ് വിനിഗറാണ്, സ്വല്പം വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഉപ്പ്. ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി വെച്ചേക്കണേ. ഈ ഉപ്പും മുളകും എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുമ്പം തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നുമല്ലേ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കത്തില്ലേ, ഉപ്പും മുളകും മാങ്ങയും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് അതൊക്കെ അല്ലേ. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കണേ. ഇനി നമുക്ക് ഈ സവോള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. സവോള കുറച്ച് കനം കുറച്ച് അരിയണേ, ഒരുപാട് കനം കൂടി പോകരുത്. കാരണം നമ്മളിത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിയുന്നതും കനം കുറച്ച് അരിഞ്ഞാൽ നല്ലതായിരിക്കും. ഇഞ്ചി ആണെങ്കിലും നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിയണേ. അതും ആ സവോളയ്ക്കകത്തിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ കീറി ഈ സവോളയ്ക്കകത്തോട്ട് നമ്മൾ മല്ലിപ്പൊടി ഇടണേ. 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ഇട്ടത്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ നേരത്തെ ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് കേട്ടോ. ഇനി ഒരു സ്വല്പം മഞ്ഞൾ പൊടി. നേരത്തെ നമ്മൾ ആ മാങ്ങയിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു സ്വല്പം കൂടെ വേണേ. പിന്നെ കുറച്ച് ഉപ്പ്. നേരത്തെ നമ്മൾ മാങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അന്നേരം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഒരു സ്വല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമ്മളിത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അതിന് ഞാൻ ഈ പച്ചമുളക് ആദ്യം അങ്ങ് മാറ്റുക കേട്ടോ. പച്ചമുളകും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനെ കൈ ഭയങ്കരമായിട്ട് നീറും. അതുകൊണ്ട് ഞാൻ അതൊന്ന് മാറ്റി വെക്കുക. അത് അവസാനം നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയും മുളകും എല്ലാം കൂടി ഈ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റാണ് സവോള. നമ്മളിപ്പോൾ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരു സവോള, ഒരു 3 പച്ചമുളക്, ആ ഒരു കണക്ക്. നമ്മൾ മാങ്ങയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ചേരുവകൾക്കെല്ലാം വ്യത്യാസം വരും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇത് നന്നായിട്ട് പ്രസ് ചെയ്യണേ. പ്രസ് ചെയ്ത് ഈ സവോള ഒന്ന് സോഫ്റ്റ് ആകണം. വീട്ടിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഇതുപോലെ അവരെ കൊണ്ടൊന്ന് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനെ കാട്ടി നല്ലതായിരിക്കും. കുറേ നല്ല പോലെ ഈ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അവർ ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ചെയ്യുമ്പം അത് എന്നാലും മാക്സിമം നോക്കാം അല്ലേ. നമുക്ക് പറ്റാവുന്ന പോലെ ഒരു 3-4 മിനിറ്റ് എടുത്ത് നമ്മളിങ്ങനെ ചെയ്യണേ. ആ പച്ചമുളകും കൂടി ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. പക്ഷെ ഞാൻ കൈ വല്ലാതെ ഇരിക്കും, അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചേക്കാം. നമുക്കത് അവസാനം ചേർക്കാം. പിന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഒരുപാട് പ്രസ് ചെയ്യുന്നൊന്നുമില്ല,
ഒന്ന് ശരിക്കും ഇങ്ങനെയൊക്കെ ഒന്നാക്കി എടുക്കാം. കൈ ചിലരുടേത് പെട്ടെന്ന് എരിയും കേട്ടോ, ചിലർക്ക് അങ്ങനെ കൈ അധികം എരിയത്തില്ല. അങ്ങനെയുള്ളവർ ശരിക്കും ആ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തോണേ. ഇനി ഇതിനകത്തൊരു സ്വല്പം കൂടെ വിനീഗർ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. ഒരുപാടാകരുത്, സ്വല്പം. നമ്മൾ മാങ്ങായിൽ ചേർത്തിട്ടുണ്ട്, സ്വല്പം കൂടെ. മുളക് കണ്ടോ അതുപോലെ കിടക്കുന്നുണ്ട്. അത് സാരമില്ല, നമുക്ക് ഈ തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ച് നമ്മൾ ഇതങ്ങ് ആദ്യം ഒന്ന് കുക്ക് ചെയ്യും. അപ്പോഴത്തേനും ആ പച്ചമുളക് വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്കിത് ചട്ടിയിലേക്കാക്കാം. നമ്മൾ ചട്ടി വേണം ഇത് ഉണ്ടാക്കാൻ. ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച സവോള നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ 2ാം പാലും 3ാം പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഇത് ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങനെ അങ്ങ് എടുക്കുക. എന്നിടത്തേന് അതിനകത്തെ ആ മുളകും എല്ലാം കൂടെ കുറച്ചുകൂടെ കറിക്കകത്തോട്ട് പോകുന്നുള്ളൂ. ഇനി ഗ്യാസ് കത്തിച്ച് കൊടുക്കണേ. നമുക്കിത് അടച്ചു വെച്ചിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിത് തുറക്കാവേ. ഇത് നമ്മളിവിടെ അടച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടേ. സവോളയും പച്ചമുളകും ഒക്കെ കുറച്ചൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചേക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ മാങ്ങയും കൂടി ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഉപ്പ് നോക്കണം, ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്നേ. ഒരു 2-3 മിനിറ്റ് ഈ മാങ്ങയും കൂടെ കിടന്ന് ഒന്ന് വേവണം. അപ്പോഴതിൻ്റെ പുളിയും എല്ലാം നന്നായിട്ട് അതിനകത്ത് ഇറങ്ങുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമ്മൾ ഈ മാങ്ങ ഇവിടെ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇനി നമുക്കിതിൽ ഉപ്പും ഒക്കെ ഒന്ന് നോക്കാവേ. അപ്പം മാങ്ങ ഏതാണ്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തുടയരുത് കേട്ടോ, ഈ മാങ്ങ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. കുറച്ചുകൂടി ഉപ്പ് വേണം കേട്ടോ. മാങ്ങയുടെ പുളി ഇറങ്ങുമ്പോഴേ നമുക്ക് ഉപ്പ് ശകലം കുറവായിട്ട് തോന്നും. ഈ സമയത്ത് ഞാനൊരു സ്വല്പം കൂടെ വിനീഗർ ചേർത്ത് കൊടുക്കുവേ, കുറച്ച്. ഇത് ഒരുപാട് പുളിയുള്ള മാങ്ങ അല്ലേ. ഇനി നമ്മളിത് സിമ്മിൽ വെച്ച് കൊടുക്കണേ. ഈ 1ാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കണം. 1ാം പാൽ ചേർത്ത് വെച്ചാൽ പിന്നെ വലുതായിട്ട് തിളക്കരുത്. ഈ 1ാം പാലൊന്ന് ശരിക്കൊന്ന് ചൂടായി വന്നാൽ മതി. ഇനി നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്കിനി കടുക് വറുത്തിട്ടാൽ മതി കേട്ടോ. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാവേ. ഇവിടെ ഞാൻ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പം ചുവന്നുള്ളി ഒന്ന് മൂക്കാറാകുമ്പം ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കണേ. ഏറ്റവും ലാസ്റ്റ് വേണം കറിവേപ്പില ഇടാൻ, അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോവേ. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്ക്. ഇനി ഈ മാങ്ങാക്കറിയിലേക്ക് നമ്മൾ ഈ കടുക് വറുത്തേങ്ങ് ഇട്ട് കൊടുക്കണേ. ഈ കടുക് വറുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 1 മിനിറ്റ് അങ്ങ് അടച്ച് വെച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം അതിനകത്ത് ഇറങ്ങിക്കോളും. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അങ്കമാലി മാങ്ങാക്കറിയാണ് ഇവിടെ റെഡി ആയത്. ഇനി കുറച്ച് ഞാനൊന്ന് ബൗളിലേക്ക് മാറ്റി കാണിക്കാവേ. നമ്മുടെ അങ്കമാലിക്കാരുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അങ്കമാലിക്കാരുടെ സ്പെഷ്യലായത് മാങ്ങാക്കറി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാമേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.